ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മച്ചാമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് 3 കിടിലായിട്ടുള്ള ഈവൻറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അത് ഏതൊക്കെയാണ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ കൂടുതൽ വരുമ്പോൾ ലാടിപ്പില്ല ഡയറക്റ്റ് വില കിടക്കാം. ഹലോ മച്ചാമാരെ, നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ട. അതായത് ഗീസ് നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന കുറേയധികം മച്ചാമാർ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗീസ് റെഡിയും കൂടെ തരുമോ എന്നൊക്കെ. അപ്പോൾ മച്ചാമാരെ, എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഗീസ്, നമുക്ക് അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗീസ് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന റെഡിയും കൂടെ എനിക്ക് തരാൻ പറ്റാത്തതൊക്കെ. അപ്പോൾ ഗീസ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം പോലും നമുക്ക് ഇതുവരെയായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ കാണുന്ന ഈ ഒരു കയറ്റീര് നമ്മുടെ യൂട്യൂബിൻ്റെ ആണ് ഗീസ്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഞാൻ തരാൻ വേണ്ടി പോകുന്ന ഗീസ് 500 റെഡിയും കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ, ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കണം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ഗൈസ്. അതായത് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഒക്കെ ലെന്ത് വരുന്ന വീഡിയോസാണ് ഗൈസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ മച്ചാമാരെ, അത്ര മിനിറ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മച്ചാമാരെ, നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിലൂടെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന റെഡിയും കൂടെ എനിക്ക് തരാനും കൂടെ പറ്റുന്നതാണ് ഗൈസ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചാന്മാർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കുന്ന റെഡിയും കൂടെ എനിക്ക് തരാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ഈവൻറ്റിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ അത് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളി ഒരു ഈവൻറ്റ് വരാൻ വേണ്ടി പോകണം ഗൈസ്. അത് ഡിസ്കൗണ്ട് ഈവൻറ്റ് വരാൻ വേണ്ടി പോകണം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗീസ് നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു തീമിലായിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. സ്ക്രീപ്പിന് ഇവിടെ കിടപ്പുണ്ട് ഗീസ്. അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഗീസ് നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ടാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഗീസ് 90 ഡിസ്കൗണ്ടിലാണെങ്കിൽ നമുക്ക് ഈ ഒരു റിവാർഡ് എല്ലാം കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അത് കിട്ടിയുള്ളൊരു ഫീമെയിൽ ബണ്ടിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഗീസ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗീസ് ഒരു കാർട്ടൂൺ തീമിലായിരിക്കും ഈ ഒരു ബണ്ടിൽ ഇരിക്കാറുള്ളത് ഗീസ്. അപ്പോൾ എന്തെങ്കിലും കിട്ടില്ലായിട്ടൊരു ഫീമെയിൽ ബണ്ടിലാണ് ഗീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല വേറൊരു ഫീമെയിലും കൂടെ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഗീസ് വലിയ കുഴപ്പമില്ലാത്തൊരു ഫീമെയിൽ ബണ്ടിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗീസിൻ്റെ അടിപൊളി ഒരു ബാഗ് ഉണ്ട് ഗീസ്. അതൊരു തടിയുടെ ഒരു പെട്ടി പോലെ കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു കാക്കയൊക്കെ പറന്നു പോകുന്ന ഒരു അടിപൊളി ഒരു ബാഗ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ ഗീസ്, ഇത് മാത്രമല്ല താഴെ റീഫ്രഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഗീസ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗീസിനകത്തുള്ള റിവാർഡ് കാണാൻ പറ്റും. എമൗണ്ട് കൺക്രീറ്റ് ഉണ്ട്. വീണ്ടും റീഫ്രഷ് നിൽക്കുമ്പോൾ ഒരു മെയിൽ ബണ്ടിലുണ്ട്, പാരച്യൂട്ടുണ്ട് ഗീസ്. വീണ്ടും എമൗണ്ട് ഉണ്ട്, കൺക്രീറ്റ് ഒക്കെ ഉണ്ട്. റീഫ്രഷ് കുറേ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്ലൂ വാളും അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നുകൊണ്ടിരിപ്പുണ്ട് ഗീസ്. അപ്പോൾ നോക്കുമ്പോൾ ഗീസ് വേറെ വീണ്ടും ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഗൈസ് ഫീമെയിൽ ബണ്ടിൽ ഗൈസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കട്ടാനയുടെ സ്കിന്നുണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുക്കാറുണ്ട്. ഓക്കെ ഗൈസ്, ഇതായിരിക്കും ഗൈസ് ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു ഈവൻ്റ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഗീസ് രണ്ടാമത്തെ കിക്കിടാച്ചായിട്ടൊരു ജീവനാണ് ഗീസ്. അതായത് ഒരു എമൗണ്ടാണ് ഗീസ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗീസ് അത് എന്ത് സംഭവമാണ്, അത് ഇങ്ങനെയാണ് ആ ഒരു എമൗണ്ട് ഇരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഗീസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഈ ഇങ്ങനെയായിരിക്കും ഗീസ് ഈ ഒരു എമൗണ്ട് വരുന്നത് ഗീസ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ കിടന്നിട്ട് എന്താ താറാവ് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നീന്തുന്ന രീതിയിലൊരു സംഭവം. ഇത് വലിയ വെറുത്തായിട്ടത് എനിക്ക് തോന്നുന്നില്ല ഗീസ്. അപ്പോൾ ഇതുണ്ട്. പിന്നെ അത് വലിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ വലിയ കൊടുത്തിട്ടൊന്നുമില്ല ഗീസ്. നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരാൻ നല്ല ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഗീസ് ഏറ്റവും അവസാനത്തെ ഒരു കിടിലൊരു ഈവൻ്റാണ്. അതായത് ഗീസ് നമ്മുടെ ഏഞ്ചൽ പാൻറ്റും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരാൻ വേണ്ടി പോകണം. ഓക്കെ ഗീസ്, അപ്പോൾ ഒരു അടിപൊളി ഈവൻ്റ് ആയിരിക്കും ഗീസ് വരാൻ വേണ്ടി പോകുമ്പോൾ ഗീസ്. നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും ഗീസ് ആ ഒരു ഈവൻ്റ് വരാറുള്ളത്. അപ്പോൾ ഗീസ് ഇതിനകത്ത് കുറേ ഉണ്ട്. ഏഞ്ചൽ പാൻ്റ് ഉണ്ട്, മാസ്ക് ഉണ്ട്, തൊപ്പിയുണ്ട്, ഷൂ ഉണ്ട്. എൻ്റെ പൊന്നോ ഗീസ്, ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ഗീസ്. ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്, വൈറ്റ് ടീഷർട്ട് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവം കൂടെ ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഈവൻ്റാണ് ഗീസ് ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗീസ്, ഇതിനകത്ത് കുറേ അധികം ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കണമെന്നുള്ള ഗീസ്. വൈറ്റ് കളർ ഏഞ്ചൽ പാൻറ്റ് വരെ ഉണ്ട് ഗീസ്. റെയർ സാധനങ്ങൾ വരെ ഇതിനകത്തൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗീസ് വൈറ്റ് ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞ ഗീസ് വേറെ ലെവലായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ ഗീസ്, ഇതൊക്കെ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ വരാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ മച്ചാമാരെ എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മച്ചാമാരെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ള കേസ് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ, അതായത് നമ്മൾ മുമ്പ് കാണിച്ചു തന്ന ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി മാത്രമേ നമുക്ക് നിങ്ങൾ ചോദിക്കുന്ന റെഡിയും കൂടെ എനിക്ക് തരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കേസ് എല്ലാവരും അത് ഓർത്ത് വെക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മച്ചാമാരെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മച്ചാമാരെ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ എഴുതുന്നൊരു ബൈ. സീ യു ഗൈസ്.